ഗുഡ് മോർണിംഗ് മോണി. കഴിച്ചോടാ രാവിലെ? ഒരു ചായ കുടിച്ചു. എന്റെ പുറത്താ നിൽക്കുന്നത്. ചായയുടെ പുറത്തേക്ക് നീ റീച്ചയോ? എന്തൊരു ചളിയാടാ. എടാ, ഇന്ന് രണ്ട് ന്യൂ ജോലി ഉണ്ടല്ലോ. ഒരു ശരവണനും ദിവ്യ, PP ദിവ്യ. അയ്യോ, ഇത് അവളാണല്ലോ. വിശാല മനസ്സേ, വിരോധമരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് എന്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയ PP ദിവ്യ. ഓറഞ്ച് വാലിയിലേക്ക് ഒരു ന്യൂ ജോയിനി ഉണ്ട്. പേര് PP ദിവ്യ. ദിവ്യ, സീറ്റ് അതാണേ. I will contact you in Teams. Oh, you! What a coincidence! ദിവ്യ, നീ +2 ശേഷം ഞാൻ പുറത്തായിരുന്നു. പിന്നീട് കൊച്ചിയിലേക്ക് വന്നു. അതൊക്കെ പോട്ടെ, നിന്റെ ഫാമിലി? എല്ലാരും സുഖമായി പോകുന്നു. കല്യാണം ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല ദിവ്യ. അതൊക്കെ പോട്ടെ, നിന്റെ ഫാമിലി? ഹസ്ബൻഡ് പട്ടാളത്തിൽ, കുട്ടികൾ ഒരു മോള് 7th പഠിക്കുന്നു. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ദിവ്യ. ഐ ഹാവ് ആൻ അർജന്റ് മീറ്റിംഗ് ദിവ്യ. നമുക്ക് പിന്നെ കാണാം. ഇതാ ന്യൂ ജോയിനി അല്ലേ? ഹായ്. ഹായ്. காஃபி? நோ, கிரீன் டீ. நீங்க இங்க எங்க தங்கிட்டு இருக்கீங்க? അമ്മനം. அது நம்ம டிங்க டான்ஸ் കളിക്കും. അത് തമന്നം, ഇത് തമ്മനം. ശരവണന്റെ ഫാമിലി? நான் முதலே கல்யாணம் பண்ணிட்டு ஆனா குழந்தைகள் இல்ல. എന്റെ പൊന്ന് ശരവണ, ഇതിലൊന്നും പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത് ഈ മുതലേന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ ശരീരം മുഴുവൻ മുള്ളാണ്. രണ്ടാമത് അതിന്റെ വാതേ ഇത്രയുണ്ട്. അതിനൊരു ഉമ്മ കൊടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. പിന്നെ കുട്ടികളുണ്ടായില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എടാ, നേരത്തെ കല്യാണമായി, കുട്ടികളൊന്നും ആയിട്ടില്ല എന്നാ അവന്റെ ഉദ്ദേശം. அப்போ சரி பார்க்கலாம். ഓക്കെ ശരവണ, അപ്പുറം പാക്കല. അതെ ബോണി, നിനക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, കോള്. ഓക്കെ. കോഫി? ഗ്രീൻ ടീ. അതെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു മ്യൂസിക് ടീച്ചറിന്റെ പരിചയമുണ്ടോ? നീ നന്നായി പാടുമല്ലോ ദിവ്യേ. അല്ല, മോളെ പഠിപ്പിക്കാൻ. ഞാനൊരു മാഷിനെ റെഡിയാക്കാം. എന്റെ അനുജനും പാട്ട് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. അതാകുമ്പം അവനെ കൂടി. അതിനെന്താ? ആണോ? എന്നാൽ ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, അതുകൊണ്ട് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചേക്കുന്നേ. ഓക്കെ. അതെ, ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചേക്കണേ. ഞാൻ മാഷുമായിട്ട് അങ്ങ് എത്തിയേക്കാം. നാളെ സൺഡേ ആണല്ലോ. ദിവ്യ, നീ തന്ന ലൊക്കേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഒരു ബ്ലാക്ക് ബെൻസ് എടുക്കുന്ന വീട് കണ്ടോ? യെസ്, കണ്ടു. കേറി ഞാൻ. അതല്ല, അതിന് ഓപ്പോസിറ്റ് ഒരു വൈറ്റ് സ്കൂട്ടർ ഉള്ള വീട് കണ്ടോ? അങ്ങോട്ട് കയറി വന്നാ മതി. ഓക്കെ. ഇന്നലെ തന്നെ മാഷിന്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. പേര് കേട്ട വ്യക്തിയല്ലേ പുള്ളി. ഗാനഭൂഷണം മധുകുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും അറിയും. പുള്ളിയെ നേരിട്ട് കാണാനായിട്ട് ഞാൻ ഇന്നലെ പുള്ളിയുടെ വീട്ടിൽ ചെന്നിരുന്നു. പക്ഷെ പുള്ളി ഒരു കച്ചേരിക്ക് പോയേക്കുമായിരുന്നു. ഏതായാലും ഫോൺ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇങ്ങ് എത്തിക്കോളും. എന്തായാലും അനിയനെ പാട്ട് പഠിപ്പിക്കാൻ ഞാൻ നല്ല ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇവിടെ ആവുമ്പോൾ സൗകര്യമാണ്. അനുജൻ പാടുവോ? പാടുവോന്നോ? അവൻ ഇഷ്ടം പോലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴാ ചേട്ടാ എനിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു? എടാ, കഴിഞ്ഞ മാസം നിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ? അതെ. അപ്പൊ ഒരുപാട് പേര് വന്ന് നിനക്ക് സമ്മാനം തന്നില്ലേ? ആ
അതെ അതെ അതെ. അതൊക്കെ തന്നെയാണ് സമ്മാനം. എടാ, നീ എന്ന് ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടിയില്ലേ? ആ ഒന്ന് പാടിക്കേ. വേണ്ട വേണ്ട, ഞാൻ തന്നെ എഴുതിയൊരു കവിതയുണ്ട്, അത് പാടാം. എടാ, അത് വേണോ? അത് പോട്ടെ, നീ ആ കവിത ഒന്ന് പാടി കേൾപ്പിച്ചേ. നാടിൻ നന്മകനെ പൊന്മകനെ തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ലുംബിനാട്ടി. പേനാ കത്തിക്കൊണ്ട് വിദ്യാരംഭം തൂഹരിസ് തൂക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടിവച്ചൊരണ്ടക്കലി തീരാത്ത വാശി ഇവൻ വിശവച്ചൊരാത്ത പുലി ലുംബിനാട്ടി. ഓ, ന്യൂജൻ AI ജനറേറ്റഡ് കവിയാണെന്ന് തോന്നുന്നു. അവന്റെ മീനാട്ടി. ഇതൊക്കെ കാരണം ഇവനെ നല്ലൊരു ഗായകനാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവൻ ഇതങ്ങോട്ട് പാടി നിർത്തിയപ്പോ ഉണ്ടല്ലോ, ബന്ധുക്കളൊക്കെ എന്നാ കയ്യടിയായിരുന്നു. കൈകൊണ്ടാണോ അതോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ അടിയെന്ന് ആർക്കറിയാം. ആ മോളെ പാട്ട് പഠിപ്പിക്കാനായിരിക്കും പുതിയ വീണയൊക്കെ വാങ്ങി വെച്ചേക്കുന്നല്ലേ? ഏ? ഇത് വീണയാണോ? ഷോ, ഗിറ്റാറാണെന്ന് പറഞ്ഞ ചേട്ടൻ ഓൺലൈനിൽ വാങ്ങിയതാ. അയാള് പട്ടാളത്തിലല്ലേ, ഗിറ്റാറും വീണയും കൊണ്ട് അയാൾക്ക് തിരിച്ചറിയാവോ? മ്യൂസിക് സെൻസ് ഇല്ല. ഹലോ 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 ഹലോ. ഒന്നുമില്ല, പിന്നെ വാ. അയ്യോ, ഞാൻ പിച്ചക്കാരനല്ല, മ്യൂസിക് പഠിപ്പിക്കാൻ വന്ന മാഷാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി വരാം. അയ്യോ, അത് നമ്മുടെ മധുകുമാർ മാഷല്ലേ? മാഷെ കേറി വായിക്കോട്ട്. അയ്യോ, പിച്ചക്കാരനെന്ന് പോലും പിച്ചക്കാരൻ. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്. ഞാനാണ് ഇന്നലെ നീ എന്താ പറയാനുള്ളത്? അല്ല, ഞാനാണ് ഇന്നലെ മാഷിനെ വിളിക്കാൻ വന്നത്. അന്നേരം മാഷ അവിടെ അതെ, ഇല്ലായിരുന്നു. മാഷിന്റെ നേരത്തെ പേരെന്താണ്? എന്റെ പൊന്നു ദിവ്യയെ, ഗാനഭൂഷണം മധുകുമാർ. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുന്നില്ലല്ലോ ഇയാള്. ഇതാണ് മാഷെ മോള്. ഇവളെയാണ് സംഗീതം പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കാം, നല്ലതുപോലെ പഠിപ്പിക്കാം. അതിരിക്കട്ടെ, കുട്ടി എന്ത് ചെയ്യുന്നു? മോള് കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, ഇവിടെ 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 ഇവിടെ. അതിരിക്കട്ടെ, മോൾ എന്ത് ചെയ്യുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ. കുട്ടി എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്. ഓക്കേ. വിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്, കുട്ടികൾ? ഒരാളെ ഉള്ളൂ. അയാള് പട്ടാളത്തിലല്ലേ. അയാൾ ഈ അടുത്ത് തന്നെ ലീവിന് വരും. എന്നിട്ട് വേണം. അയ്യോ, മോള് നിക്കുന്നു. അതെ, ഇത് ആരാണെന്നാ പറഞ്ഞത്? ഓഫീസിലുള്ളതാ. ഹലോ സഹോ, ഒന്ന് അല്പം മാറി നിൽക്കണേ. പിന്നീട് എന്നാ പിന്നെ താങ്കൾ ഉത്തരം പറ, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കും. എന്റെ അനിയനെ പാട്ട് പഠിപ്പിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. എടാ മോനെടാ, എടാ ഒരുപാട് തൊഴിലെടാ. ഈ ഒരുപാട് തൊഴിലുന്നവരാ പിന്നീട് തലക്കിട്ട് വരും. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ ക്ലാസിക്കൽ ഡാൻസ്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ഈ കണ്ണുകളുടെ ചലനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഹലോ ഹലോ, പാട്ട് പഠിപ്പിക്കാൻ വന്നതാണോ അതോ? ഓക്കെ അപ്പോ ദക്ഷിണ വെച്ചോളൂ. അവന് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പഠിക്കാൻ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ മാഷിനെ കട്ടാ പോകാനല്ലേ? ദക്ഷിണ തന്നതാണോ? ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ദക്ഷിണ. കുട്ടി എവിടെ ഇരിക്കും? നീ ഇവിടെ ഇരിക്കും. എന്നാ പിന്നെ നീ എന്റെ തോളിലോട്ട് കയറിയിടാം. അതിന്റെ ഇടയ്ക്ക് സ്ഥലമില്ലേ അവിടെ? അങ്ങോട്ട് പോയോ? ഇതിന്റെ ഇടയ്ക്ക് സ്ഥലമില്ലേ? ഹലോ, ഒന്ന് അങ്ങോട്ട് മാറിയില്ലേ, ഒരല്പം ഇങ്ങോട്ട് മാറിയില്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം.
പാടും. ദക്ഷിണ എന്തോ തരാൻ നീ ഇപ്പൊ കീർത്തനം പഠിക്കും. നേരത്തെ പഠിച്ചിട്ടുള്ളത് കുട്ടി പാടും. നീ അങ്ങനെ അധികം ആട്ടണ്ട. ഓ രാഘവ പാടാത്തിനുണ്ട്. അല്ല നിനക്ക് പാടിക്കൂടെ? പുറത്ത് വരാൻ പോ. നീ പാടാം. മധു കേളട മധു കേളട മധു മധു സിനിമയിലെ മധു കേളട മധു കേളട. ഞാൻ ഈ കാണിക്കുന്ന ആക്ഷൻ നീ കാണിക്കണ്ട. അങ്ങനെ കാണിച്ച എന്റെ കണ്ണ് എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാ മധു കേളട മറു എടുക്കട്ടെ. മറു കേള പാടി മരവിക്കാൻ പോകുന്നു. കൈതാത്തില്ല. മറു കേള മറു കേള. ഈ കൈയാണ് നിനക്ക് കുഴപ്പം. നിനക്ക് മറു കേള സാറിന്റെ കൂടെ തമാശ കളിക്കാൻ വന്നാൽ അതാ പാട്ട് പഠിക്കാൻ തമാശ കളിക്കണം. കുട്ടി സ്കൂളിൽ പഠിച്ചപ്പോ പാടിയ പാട്ടുണ്ടല്ലോ. എത്ര പാടും. എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ എന്റെ ചേട്ടനുമായിട്ട് പാട്ട് പഠിക്കാൻ വന്നു. ആ അപ്പൊ ഇതാരാ? കൃഷ്ണ. അയ്യോ ചേട്ടൻ, നീ ഒന്നും പറയണ്ട. സസ്പെക്ട് നമ്പർ 1 ഒന്നങ്ങോട്ട് മാറി നിൽക്കൂ. സസ്പെക്ട് നമ്പർ 2 നീ അങ്ങോട്ട് മാറി നിൽക്ക്. എനിക്കറിയാമോ, അതിർത്തിയിൽ കുറെ ആളുകളെ വെടിവെച്ച് കൊന്നിട്ടുള്ള തോക്കാണ്. ഞാൻ ഇതുകൊണ്ട് നടക്കുന്നത് ഫ്ലൂട്ട് വായിക്കാനല്ല. മനസ്സിലായോ? എടാ 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 ഇത് എങ്ങനെയാടാ? എടാ എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ച് കാണാത്. മാഷി പാട്ട് പഠിപ്പിക്കാൻ വരുന്നാര് അവളെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. എനിക്കെല്ലാം അറിയായിരുന്നു. ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതല്ലേ, പട്ടാളല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. അതെ, പട്ടാളത്തിൽ കേണലാണോ അതോ? ലെഫ്റ്റനന്റ് കേണൽ പാറശ്ശേരി പിള്ള രാജശേഖരൻ. ചേട്ടാ എന്തോ
ജീവിതം ഒന്നല്ലേ ഉള്ളൂ, നമ്മക്ക് ഇന്നങ്ങ് അടിച്ചു പൊളിച്ചേക്കാം. ആ മ്യൂസിക് ഒന്ന് വെച്ച പിള്ളേരെ.